നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വിവാഹവും വിവാഹമോചനവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തം അല്ലാതെ. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവർ ഉണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാർ ആക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞത്, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് പറഞ്ഞത്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏകദേഹമായി തീരും എന്നാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആദാമിന് ഒരു തക്ക തുണിയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവമാണ് പറഞ്ഞത്. ആദാം ഒരു തക്ക തുണിയെ കണ്ടെത്തുകയായിരുന്നില്ല. ദൈവമാണ് ആദാമിനൊരു തുണ വേണമെന്ന് കണ്ടത്. ദൈവമാണ് ഒരു തുണയുണ്ടാക്കി കൊടുത്തത്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നവർക്ക് ജീവിത പങ്കാളിയെ നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ദൈവം ഏറ്റെടുക്കുകയാണ്. യേശു പറഞ്ഞു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് ശരീരത്തിനായി വിചാരപ്പെടരുത്. ഇവയൊക്കെ ലോകജാഗതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അതുപോലെ ഏദൻ തോട്ടത്തിൽ ആദാമിന് ഭാര്യയെ നൽകിയ ദൈവം തീർച്ചയായിട്ടും തന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ജീവിത പങ്കാളിയെ നൽകും. നാം ഇസ്ഹാക്കിന്റെ വിവാഹത്തോടനുബന്ധിച്ച് നാം വായിക്കുന്നത്, ദൈവം നിയമിച്ച സ്ത്രീയെ ദൈവം കാണിച്ചു തരുമെന്നാണ്. അപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ദൈവം നിയമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥ സ്ഥാപിച്ചത് ദൈവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ദൈവം ഒക്കെ തുണയെ നൽകും, സംശയമില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം തക്ക തുണയെ നൽകും എന്നർത്ഥമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കരുതുന്നത്. നമ്മള് ദൈവത്തെ സ്നേഹിച്ച്, എല്ലാത്തിനേക്കാളും ദൈവത്തെ സ്നേഹിച്ച്, അല്ലെങ്കിൽ ആത്മരക്ഷയെ സ്നേഹിച്ച്, സ്വർഗത്തെ സ്നേഹിച്ച്, കർത്താവായ യേശു കുരിശിലൊരുക്കിയ ആ രക്ഷാമാർഗത്തിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ദൈവം ആത്മരക്ഷ മാത്രമല്ല ഭൗതിക രക്ഷയും നൽകും. റോമാലേഖനത്തിൽ വായിക്കുന്ന, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണകാര്യം, വസ്ത്രകാര്യം, പാർപ്പിട കാര്യം, ജോലിക്കാര്യം, ഭാര്യയുടെ കാര്യം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം, മക്കളുടെ കാര്യം എന്നു വേണ്ട നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യം പോലും, നമ്മുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യവും ചെറിയ കാര്യവും കർത്താവ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ
ദൈവമാണ് നിനക്ക് ഒരു ജീവിത പങ്കാളിയെ തന്നതെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ നിനക്ക് അനുവാദമില്ല എന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ ജീവിത പങ്കാളി നമ്മുടെ ഭാവനയ്ക്കൊത്തതായിരിക്കണം നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഭാവനയിൽ ഒരു ഭർത്താവുണ്ട്, സങ്കല്പത്തിൽ ഒരു ഭാര്യയുണ്ട്. അതുപോലെ ഒന്നും ആയിരിക്കില്ല. ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ദൈവം ഹവ്വയെ എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. പക്ഷേ ദൈവം ആ വ്യത്യാസങ്ങളെയൊക്കെ ദൈവം കൂടെ ഇരുന്ന് അത് ഐക്യതപ്പെടുത്തുകയാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ പരീശന്മാർ ചോദിച്ചു, അല്ല, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാം എന്ന് മോശ പറഞ്ഞല്ലോ. കർത്താവോട് പറയുന്നത് പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കരുത്. ചില ആളുകൾ പരസംഗം എന്നുള്ളത് വ്യഭിചാരം എന്ന് ചിന്തിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പരസംഗം അല്ലെങ്കിൽ ദുർനടപ്പ് എന്നുള്ളതിന് ഫോർണിക്കേഷൻ എന്നും വ്യഭിചാരം എന്നുള്ളതിന് അഡൾട്ടറി എന്നുമാണ് പറയുന്നത്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കുമെന്ന് എബ്രായ ലേഖനത്തിലുണ്ട്. അപ്പോൾ ദുർനടപ്പെന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ള പാപത്തിന്റെ കാര്യം. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക പാപത്തിന്റെ കാര്യമാണ് ദുർനടപ്പ് അല്ലെങ്കിൽ പരസംഗം. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് വിവാഹം. ഈ 1 വർഷത്തിനുള്ളിൽ ഈ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള പെണ്ണിനെ നിരീക്ഷിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം പുരുഷനുണ്ടായിരിക്കും. അപ്പോൾ അവളുടെ പെരുമാറ്റം, അവളുടെ ചാരിത്ര്യ ശുദ്ധി, ഇതൊക്കെയാണ് അവർ ചിലർ നോട്ട് ചെയ്യുന്നത്. പക്ഷേ യഹൂദന്മാരുടെ കൂട്ടത്തിൽ 2 കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഒരു കൂട്ടം ആളുകൾ അവളുടെ അടക്കമൊതുക്കയില്ലായ്മ അല്ലെങ്കിൽ അവളുടെ സംസാരം വായാടിയാണെങ്കിൽ അല്ലെങ്കിൽ അടക്കമില്ലാതെ സംസാരിക്കുന്ന ആളാണെങ്കിൽ വസ്ത്രധാരണത്തിലൊരു മാന്യത ഇല്ല എങ്കിൽ ഉപേക്ഷിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പരസംഗ നിമിത്തം, വ്യഭിചാരമല്ല, അതായത് കല്യാണത്തിന് മുൻപ് വിവാഹ നിശ്ചയത്തിന് ശേഷം ഏതെങ്കിലും ഒരു പരപുരുഷ ബന്ധം കണ്ടുപിടിക്കപ്പെട്ടാൽ തെളിവ് സഹിതം അത് പറഞ്ഞാൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കാം. ഇപ്പോൾ യോസേഫ് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ ഉപേക്ഷണ പത്രമൊന്നും ഇല്ലാതെ ആളുകളെ വിളിച്ചുകൂട്ടി, മൂപ്പന്മാരെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അവരെല്ലാം അറിയിച്ച് ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കാതെ രഹസ്യമായി ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ടാണ് യോസേഫ് ശ്രമിച്ചത്. ചില ഭക്തന്മാർ, നീതിമാന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്, അവർക്കൊരു നാണക്കേട് വരുത്തണ്ട എന്ന് വിചാരിച്ച്. ഇവിടെ വിവാഹത്തിന് മുൻപ്, വിവാഹ നിശ്ചയത്തിന് ശേഷം, വിവാഹത്തിനിടയ്ക്ക്, ഈ 1 വർഷത്തിനിടയ്ക്ക് അവളുടെ ഭാഗത്ത് ലൈംഗികമായ പാപം ശ്രദ്ധയിൽപ്പെടുകയും അത് തെളിവ് ലഭിക്കുകയും ചെയ്താൽ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാം. പക്ഷേ വിവാഹശേഷം എന്ത് സംഭവിച്ചാലും, അതായത് വിവാഹശേഷം ശാരീരിക രോഗം സംഭവിച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ല, മാനസിക രോഗം സംഭവിച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ല, ആത്മീക രോഗം, അതാണല്ലോ പാപം, ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ദൈവമാണ് യോജിപ്പിച്ചത്. ആദാമിന് തക്ക തുണയായിട്ട് ഹവ്വയാണ് നൽകിയത്. പക്ഷേ ഹവ്വയാണ് ആദ്യം പഴം പറിച്ചു തിന്നത്. അത് ഉപേക്ഷിച്ചില്ലല്ലോ, ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഭാര്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്ത് കുറവ് സംഭവിക്കാം. നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭാര്യമാരുടെ നടപ്പിനാൽ വചനം കൂടാതെ ചേർന്ന് വരുവാനിടയാകും. ഭർത്താവ് വചനമനുസരിക്കാത്ത പക്ഷം അവൻ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ഊറ്റുപുറത്തുകയോ ചെയ്യുന്നില്ല, അവൻ വചനമനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ദൈവത്തോടും വിശ്വസ്തനല്ല, ഭാര്യയോട് വിശ്വസ്തനല്ല, മക്കളോട് വിശ്വസ്തത പാലിക്കുന്നില്ല, സഭയോട് കാണിക്കുന്നില്ല. ഭാര്യ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ഇനി ഭർത്താവിന് എനിക്ക് വേണ്ടെന്ന് പറയുകയല്ല, ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ചേർന്ന് വരുവാൻ ഇടയാകണം. തിരിച്ച് ഭർത്താവും അങ്ങനെ തന്നെ. ഭാര്യയുടെ ഭാഗത്തൊരു കുറവ് സംഭവിച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ല, കയ്പായിരിക്കരുത്. സ്നേഹിക്കാനും ബഹുമാനിക്കാനും പോറ്റുപുലർത്താനും നമുക്ക് അനുവാദമുള്ളൂ. ഇതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് കേട്ട ആളുകൾ പറഞ്ഞു, എങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. യേശു പറഞ്ഞു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ചില ഷണ്ണന്മാരുണ്ടോ വിവാഹം കഴിക്കാതിരിക്കണം. മനുഷ്യ ഷണ്ണന്മാരാക്കിയവരുണ്ട്. അതായത് രാജാവിൻ്റെ സേവനത്തിനൊക്കെ വേണ്ടി ദാനിയേൽ, ശന്ദ്രകവേശ്, അഭേദ്നേഗോ അങ്ങനെയുള്ള ആളുകളുടെ കാര്യം പോലെ മനുഷ്യ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ആളുകളുണ്ട്. സുവിശേഷ വേല കൂടുതൽ പ്രയോജനപ്പെടാൻ വേണ്ടി
വിവാഹം വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഇത് വരമാണ്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ ചിലർക്ക് അങ്ങനെയും ചിലർക്ക് ഇങ്ങനെയും വരം ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവിത പങ്കാളിയെ ഒരുക്കി കാണിച്ചു തരും, അവന് ഒന്നാക്കും. ആ ജീവിത പങ്കാളി ഉപേക്ഷിക്കുവാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ അനുവാദം ബൈബിൾ നൽകുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് വ്യഭിചാരമാണ് എന്നാണ് വേദോത്സവം പറയുന്നത്. എന്തുകൊണ്ടാണ് ഭാര്യ ഉപേക്ഷിക്കാൻ അനുവാദമില്ലാത്തത്? ദൈവം തൻ്റെ കാന്തയെ ഉപേക്ഷിക്കുന്നില്ല. കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടും ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം തന്ന ജീവിത പങ്കാളി ഉപേക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ള ആ വചനം പാലിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.